ഓ ഗൈസ് അവിടെ ഹെവി ആക്ടിവിറ്റി ഗൈസ്, അവിടെ ഹെവി ആക്ടിവിറ്റി. നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ, നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇത് മിസ്സാക്കരുത് ഗൈസ്, ഈ ഭാഗം നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത്. ഒരു കവർ പെട്ടുക നേരത്ത് തവളയൊക്കെ അതേ പറന്നിട്ടാണ് പോണത്. ഓ ആശം പിടിക്കാൻ. ഇനിയിപ്പോൾ ആ സ്പോട്ട് നോക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ എവിടെയാണ്. അവർ ഈ ചണ്ടീരുടെ ഇടയിലേക്കാണ് കേട്ടോ അപ്പോൾ വന്നേക്കണത്. കടു, കല്ലുത്തി, സിലോപ്പി എല്ലാം കൂടി ഒരു കുടക്കീഴിൽ ഗൈസ്. ഹെവി സ്പോട്ടാണ്. വരാലവിടെ ഇല്ലാണ്ടിരിക്കുമോ? അപ്പോൾ നോക്കാട്ടോ നമുക്ക്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കണ്ടാവില്ലേ ഇപ്പം കിട്ടും നോക്കിയിരുന്നോ എന്നുള്ള മട്ടിൽ. അങ്ങനെയൊന്നുമില്ല ഗൈസ്, നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വരാൽ കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ പരിശ്രമിക്കുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം. പ്രാഞ്ചേട്ട സിനിമ കണ്ടവർക്ക് കലങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അങ്ങനെയാണല്ലോ ഗൈസ്, നമ്മൾ മാക്സിമം പരിശ്രമിക്കുക. അത് വെച്ചിട്ട് ആ സിനിമയിലത്തെ പോലെ ഇടത്തിട്ട് കാല് വലത്തോട്ട് കറക്കാനും വലത്തുനിന്ന് കൈ ഇടത്തോട്ട് കറക്കാനൊന്നും പറയരുത് കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഓ ഷിറ്റ് ഗൈസ്, നമുക്ക് പണിയായിട്ട് ഇതേ മഴ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു മെയിൻ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരുത്തനെങ്കിലും കയറിക്കഴിഞ്ഞാൽ സമാധാനമായിട്ട് വീട്ടിൽ പോവാം. ഒന്നും കിട്ടാണ്ട് പോയത്. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പോണ വഴിക്കന്നെ ചോദിക്കും കാസ്റ്റ് ചെയ്യാൻ പോയിട്ട് വല്ലതും കിട്ടിയാ എന്നൊരു ചോദ്യമുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ഫിഷിംഗ് വ്ളോഗ്സ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രോഗായിട്ട് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. നമുക്കിവിടെ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ പാടത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കൂടുതലും വിതയൊക്കെ കഴിഞ്ഞ് വളമിടൽ എന്നുള്ള പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതേ ബംഗാളികൾ വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും വളം ഇടിപ്പിക്കണതൊക്കെ. ഒരു ചേട്ടൻ അവിടെ വന്നിട്ട് നേരത്തെ ബംഗാളി വരാൻ നേരം വൈകി, ഭയങ്കര കൂലിയാണ്, കറക്റ്റ് നേരത്തിന് പൂവ് എന്തായാലും ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണി പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മറ്റേ കോലാമീൻ്റെ ഒരു കൂട്ടം കാണുന്നുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു ഭാഗത്ത് ഫുള്ള് കോലാമീൻ്റെ കൂട്ടം കണ്ടോ. നമുക്കെന്തായാലും നമ്മൾ വന്ന പരിപാടി നോക്കാം. ഇവിടെ നമ്മൾ ഒരു തവണ കാസ്റ്റ് ചെയ്ത് നോക്കിയതാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ നമുക്ക് കാര്യമായിട്ട് സ്ട്രൈക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അന്ന് പക്ഷേ വെള്ളമൊക്കെ കലങ്ങിക്കെടുക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ വെള്ളം കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. വരാലിക്കുട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പൊക്കാം. ഭാഗ്യമുണ്ട്, ഇപ്പോൾ തന്നെ ഫോഗ് പോയേനെ. ഗൈസ്, ഇവിടെ നല്ല നല്ല മീനുകളുണ്ട് കേട്ടോ. അതാ അവിടെ നെങ്ങിയപ്പൻ അവിടെ ഗംഭീര അടിയാണ് നടന്നത്. കറക്റ്റ് ഒരു പുല്ലുമ്പോൾ കുടുങ്ങി ഗൈസ്. എങ്ങനെ വലിച്ച് കയറ്റാന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവനെ വലിച്ച് കയറ്റൽ ടാസ്ക്കാണ് കേട്ടോ. അപ്പുറത്തൂടെ പോയിട്ട് എടുക്കേണ്ടി വരുന്നതാണ് തോന്നണത്. കട്ട സീനായി ഗൈസ്. വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടുന്നാണ് തോന്നണത് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയയിലുണ്ടെന്ന് ഞാൻ നിൽക്കുന്നത് ഗൈസ്. നമ്മുടെ ലാകൂടിയുള്ളൊരു ഫ്രോഗാണ്, അതാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. തൊട്ടി മേടിച്ചിട്ട് നമ്മുടെ ഫ്രോഗ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഇതും മറ്റേ മൂർച്ചയുള്ള ഭാഗമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇതുകൊണ്ട് കുത്തി എടുക്കാൻ പറ്റും നോക്കാം. തോട്ടി പൊട്ടിക്കാണ്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രോഗൊക്കെ പോകുമ്പോൾ ഇതൊക്കെ എടുക്കുക, ഇതൊക്കെ ഒരു രസമല്ലേ ഗൈസ്. ഇനി നമുക്ക് കയറ് പിടിച്ച് വലിച്ചു നോക്കാം. പൊട്ടിപ്പോകുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഇപ്പോൾ കിട്ടൂട്ടോ. നമുക്ക് ആദ്യം ഈ തോട്ടി കൊണ്ടുവയ്ക്കാം. ആ ചേട്ടൻ നമ്മളെ സഹായിച്ചല്ലോ, അപ്പോൾ ആദ്യം ആ പരിപാടി കൊണ്ട് തീർക്കാം. എന്നിട്ട് വന്നിട്ട് ആ ഫ്രോഗ് നമുക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ തോട്ടിട്ട് അവിടെ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇത് ആ ചേട്ടന് വഞ്ചി തുടങ്ങിയ ആളാണ് കേട്ടോ. ഫുള്ള് മഴക്കാലമാകുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വഞ്ചിയിൽ. അപ്പോൾ നമ്മളത് എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ തോട്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് വന്നു. അത് കുടുങ്ങിയിട്ടുള്ള ആ കമ്പ് 2 പീസായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തോട്ടി കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് അതൊരു പരിവാക്കി. അപ്പോൾ അത് നമ്മൾ നൂല് പിടിച്ച് വലിച്ചപ്പോൾ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ നൂല് പിടിച്ച് വലിച്ചിട്ട് ബാക്കിയുള്ള കൂടി എടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രോഗ് നമുക്ക് തിരിച്ച് കിട്ടിയേക്കാണ് കണ്ടോ.
റിയൽ വാരിയറിൻ്റെ പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഗാണ് കേട്ടോ അത്. നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വീണ്ടും. നമുക്കിനി ആ ഏരിയയിലേക്ക് കാസ്റ്റ് ചെയ്യണ്ട കേട്ടോ, കാരണം അവിടെ വലിയ വലിയ പുല്ലുകളാണ്. അവിടെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധനം പിന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഇവിടെ കുറച്ച് നല്ല സ്പോട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഈ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം ഈ ഒരു കുഴിയിൽ നിന്നാണ് കേട്ടോ മോട്ടറിൻ്റെ അടുത്തേക്ക് പോണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ മീൻ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ അപ്പുറത്ത് ഗ്രില്ലാണ്. എല്ലാ മീനും ഇവിടം വരെ വരാൻ പറ്റും. ഇവിടെ നിന്ന് ഗ്രില്ല കാരണം അപ്പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഈ വരാലൊക്കെ എന്തെങ്കിലും വെള്ളം കാണുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒപ്പം കുറേ വരുമല്ലോ. അപ്പോൾ ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടംപോലെ കല്ലുത്തീനി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അവിടെ ചിലപ്പോൾ വരാലുകൾ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇതങ്ങനെ കടക്കാനൊന്നും പാടില്ല എന്നുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കടക്കാം. ചെളിയാണ് കേട്ടോ ഫുള്ള്. പുല്ല്, അതായത് ഈ മോട്ടറിൻ്റെ ഇടയിൽ പെടുന്ന പുല്ലൊക്കെ അവർ ഇങ്ങോട്ട് വലിച്ചു മാറ്റി ഇട്ടേക്കാണ്. ജസ്റ്റ് ഫ്രോഗൊന്ന് ഇതിലൊന്ന് ഇറക്കി നോക്കാൻ ഉണ്ടാവണേന്ന് അറിയാലോ. അപ്പുറത്ത് നോക്കി കഴിയുമ്പോൾ അവിടെ കല്ലുത്തിയൊക്കെ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ട് കല്ലുത്തി നിന്ന് വിലസണത്. കഴിച്ചേ അവിടെ ഒരു കോലാമീൻ ഇട്ടാ. കോലാമീനും കല്ലുത്തികളും എല്ലാം നെറ്റിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണണ്ടോന്ന് അറിഞ്ഞൂടാ. ഓ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണില്ല കഴിച്ചു. അപ്പം ഞാൻ അപ്പുറത്തൂടെ വന്നിട്ട് അതാ കോലാമീൻ അപ്പുറത്തേക്ക് കടന്നു പോയി. ഇവിടെ വേറെ ഒന്നും കാണാനില്ല കേട്ടാ. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇഷ്ടം പോലെ കോലാമീനും ഇതും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും 2-3 കാശുകൾ ചെയ്തിട്ട് അപ്പുറ സൈഡിൽ പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഒന്നുമില്ല. നമ്മളതിൽ പോണ നേരത്ത് ആ അപ്പുറത്തെ സൈഡ് നോക്കണം. കാരണം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്ത് പോവുക. നമുക്ക് ആ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. കോലാമീനും കല്ലുത്തിയൊക്കെ അവിടെ കിടന്ന് ഓടുന്നത് കണ്ടോ ഗൈസ്. ഫുള്ള് മീൻ കൂട്ടാണ്. അതുപോലെ അപ്പുറത്തെ സൈഡിലും വേറൊരു കൂട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം അങ്ങനെ പോയിട്ടുണ്ട് അടി കൂടെ. നമ്മളെ കണ്ടപ്പോൾ അവർ മുങ്ങിയതാണ് കേട്ടോ. ഇത്ര നേരം പൊങ്ങി നടക്കായിരുന്നു. അവിടെയൊക്കെ ഗംഭീര മീനാണ്. ഇവിടെ കണ്ടത്തിൽ ഇതേ കുമ്മായി ഇടണതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുമ്മായല്ലേ? ഓ ഇവര് ഈ കണ്ടത്തിൽ ഇതേ കുമ്മായ ഇടാണ് കേട്ടോ. വീഡിയോ ഇതാണ് കുമ്മായത്തിൻ്റെ ചാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യണത്. ബക്കറ്റിലെടുത്തിട്ട് കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു കുഞ്ഞ പാത്രം കൊണ്ട് ഇത് കണ്ടത്തിൽ മൊത്തം അങ്ങനെ എറിയും കേട്ടോ. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യണത് കേട്ടോ. പുളിപ്പ് മാറ്റാൻ എന്നൊക്കെ പറയും. നിങ്ങൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടാവുള്ളൂ. പണ്ട് പുളിപ്പ് മാറ്റാന്ന് പറയാം. നിങ്ങൾ മറ്റേ കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിലുണ്ടാവും കേട്ടോ. അത് കാസ്റ്റിങ് നടക്കുന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെയിലായി തുടങ്ങിയിട്ടാ. ഇവിടെ മൊത്തം ചെളിയാണ്. നമ്മൾ നല്ല സ്പോട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ നല്ല ഐശ്വര്യമുള്ള സ്പോട്ട്. വരാലുണ്ടോയെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അടിച്ചു അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ ശ്രമം ഉപേക്ഷിക്കില്ല ഗൈസ്. നിങ്ങൾ മറ്റേ യൂട്യൂബേഴ്സിൻ്റെ പോലെ ഇടുന്നു എടുക്കുന്നു ആ പരിപാടി എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കരുത് ഗൈസ്. കാരണം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നുള്ളൂ.
അവർ ഫുള്ള് മീനുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കാസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളങ്ങനെയല്ല, നമ്മളേത് മീൻ കിട്ടാത്ത സ്ഥലത്തായാലും നമ്മളെ ശ്രമം നമ്മൾ നടത്തും. അങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. മീൻ എങ്ങനെ തിരിച്ചറിയാമെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ മീനിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയണത് മീനിങ്ങനെ വരാലൊക്കെ ഇങ്ങനെ മറയും. അപ്പോൾ അവിടെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ പരിശ്രമിക്കുന്ന കാര്യം നമുക്ക് അറിയാം. പക്ഷേ ഇവിടെ നിന്നാണ് മീനിൻ്റെ അടി കിട്ടുക നമുക്കറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ പിടിച്ച് പോയിട്ടുള്ളതാണ് കേട്ടോ മീൻ. ഇതൊക്കെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സിലോപ്പിയൊക്കെ വന്ന് നിൽക്കേണ്ടതാണ് കേട്ടോ ഈ സമയത്തൊക്കെ ഇവിടെ. പക്ഷെ എന്താണാവോ സിലോപ്പിനൊന്നും കാണില്ല. ഇവിടെ ഒരു മീൻ കൂട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഇവിടെ ഒരു മീൻ കൂട്ടുണ്ട്. നമുക്ക് നമ്മുടെ വരാലുകൂട്ടിൽ നിന്ന് കുറച്ച് മീൻ പിടിക്കണം. ചുവന്മാരൊന്നും അടുത്ത് എത്തുന്നില്ല. അപ്പോൾ പോകുമ്പോൾ എവിടെ നിന്നെങ്കിലും മീൻ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് പിടിക്കാം കേട്ടോ കുറച്ച്. സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഹുക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. ഈ ഹുക്ക് കണ്ട ഇത് ഇതിൻ്റെ മേലെ തന്നെ വരണം. അതായത് ഫ്രോഗിൻ്റെ ആ ഡിസൈനിൻ്റെ മേലെ ഭാഗത്ത് വേണം ഈ ഹുക്ക് വരാൻ. താഴത്തായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വള്ളിമേക്ക് കൊളുത്തി പിടിച്ചിട്ട് ഫ്രോഗ് പോകാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ
ഗൈസ് കണ്ടോ, വരാലി കുട്ടി വന്നിട്ടാണ് അടിച്ചത് കേട്ടോ. വരാലി കുട്ടി നമ്മൾ ഓടിയെത്തി അടിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. ഇവിടെ സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. കാരണം ഇവിടെ ഒരു 3 കൂടിയ ചാലാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ മീൻ വന്ന് നിൽക്കുന്ന സ്ഥലമായിരിക്കും കേട്ടോ. നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് കാസ്റ്റ് ചെയ്യുക. സ്ട്രൈക്ക് ഉടനെ തന്നെ കിട്ടും. ഇപ്പം കിട്ടും, നോക്കിയിരുന്നോ. എന്താ ചെയ്യുക, എൻ്റെ മൈൻഡിൽ തന്നെ ഡബിൾ വോയിസൊക്കെയാണ് വരുന്നത് ഗൈസ്. ഇനി നിങ്ങളങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇതുപോലെ പറയുന്നതാണോ എനിക്കൊരു സംശയം. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കണ്ടാവില്ലേ ഇപ്പം കിട്ടും നോക്കിയിരുന്നോ എന്നുള്ള മട്ടിൽ. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമുക്കിങ്ങനെ കുറേ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ പരിശ്രമിക്കുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം പ്രാഞ്ചേട്ട സിനിമ കണ്ടവർക്ക് കലങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അങ്ങനെയാണല്ലോ ഗൈസ്, നമ്മൾ മാക്സിമം പരിശ്രമിക്കുക. അത് വെച്ചിട്ട് ആ സിനിമയിലത്തെ പോലെ
ഇടത്തോട്ട് കാല് വലത്തോട്ട് കറക്കാനും വലത്തുനിന്ന് കൈ ഇടത്തോട്ട് കറക്കാനൊന്നും പറയരുത് കേട്ടോ. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഓ ഷിറ്റ് ഗൈസ്, നമുക്ക് പണിയായിട്ട് ഇതേ മഴ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു മെയിൻ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരുത്തനെങ്കിലും കയറി കഴിഞ്ഞാൽ സമാധാനമായിട്ട് വീട്ടിൽ പോവാം. ഒന്നും കിട്ടാണ്ട് പോയത്. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ പോണ വഴിക്കന്നെ ചോദിക്കും കാസ്റ്റ് ചെയ്യാൻ പോയിട്ട് വല്ലതും കിട്ടിയാ എന്നൊരു ചോദ്യമുണ്ട്. അത് കേൾക്കുമ്പോഴാണ് മണ്ട കാര്യം കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരെണ്ണത്തിനെ പൊക്കിയിട്ട് വേണം ഒന്ന് വീട്ടിലേക്ക് പോകാൻ. അവർക്ക് അറിയില്ലല്ലോ നമ്മളീ പെടുന്ന പാട്. ഇപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ നമ്മളെന്താണ് ചെയ്യണേ, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ. ആ അറ്റത്ത് വരെ എറിഞ്ഞെത്തിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പയ്യെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തം പോലും അടിക്കുന്നില്ല. റിയൽ വാരിയറിൻ്റെ പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രോഗാണ് കേട്ടോ. റിയൽ വാരിയറിൻ്റെ പീക്ക്. അപ്പോൾ മീനുണ്ടെങ്കിൽ അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ വലിക്കുന്നത്. മീൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്, കാരണം ഓൾറെഡി പിടിച്ചു പോയിട്ടുള്ള ചാലാണ്. പക്ഷേ അവർക്കങ്ങനെ എല്ലാം കൂടി പിടിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല, കുറേ എണ്ണമൊക്കെ മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മിസ്സായ ഇതിനെയാണ് നമ്മൾ കാശ് ചെയ്ത് പിടിക്കാൻ വന്നേക്കണം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ട്രൈക്കാണ് ഗൈസ്. ഇവിടെ നല്ലൊരു ആക്ടിവിറ്റി കണ്ടു ഗൈസ്. ഇവിടെ കുറച്ച് നല്ല ആക്ടിവിറ്റി കണ്ടു കേട്ടോ. ഇവിടെ നിന്ന് കാശ് ചെയ്തു. കാര്യമില്ല, നമ്മൾ ഈ എറിഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ പീക്ക് ടൈമാണ് കേട്ടോ. പീക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീക്ക് സ്പോട്ടാണ്. അതായത് വരാലിൻ്റെ പേര്, ഫ്രോഗിൻ്റെ പേരും പീക്ക് എന്നാണ്. അപ്പോൾ സ്പോട്ട് എന്ന് പറഞ്ഞാൽ പീക്ക് സ്പോട്ടാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതായത് മേജറായിട്ട് ഇവിടെ നിന്നൊക്കെയാണ് കൂടുതലും മറ്റേ പ്രോ കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ വരാലിനെ പിടിച്ച് കൊണ്ടുപോയിക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ കുറേ വരാൽ നിൽക്കണ ഒരു സ്പോട്ടാണ്. നമ്മുടെ ഫ്രോഗ് വീണ്ടും പണിയെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം കാസ്റ്റ് ചെയ്യാൻ. എപ്പോൾ വേണമെങ്കിലും ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതുവരെ സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല. രണ്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. മെയിനായിട്ട് ഈ സൈഡുകളിലാണ് കേട്ടോ വരാലിൻ്റെ അടി കിട്ടാറ്. കാരണം സൈഡിലാണല്ലോ ഇത്. വരാലിപ്പോൾ വെള്ളത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും വരാലിന് തിന്നാനുള്ള സംഭവം ഈ പുൽച്ചാടി, അതുപോലെ തവള, എല്ലാ സാധനങ്ങളും കൂടുതലും കരയിന്ന് വെള്ളത്തേക്ക് എടുത്ത് ചാടുന്ന സമയത്താണ് ഇവരടിക്കുക. തവള പിന്നെയും താമരയുടെ ഇലയിൽ ഇങ്ങനെ ഇരിക്കാറുണ്ടെങ്കിലും കൂടുതൽ ഈ പുൽച്ചാടി, ബാക്കിയുള്ള ചെറിയ ചെറിയ ജീവികളുണ്ടല്ലോ, പ്രാണികൾ, സാധനങ്ങളൊക്കെ ഈ കരയിൽ നിന്ന് വെള്ളത്തേക്ക് വീഴുന്ന സമയത്താണ് ഇവർക്ക് തിന്നാൻ കിട്ടുക. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കരയുടെ അടുത്ത് തന്നെ ഇങ്ങനെ സൈഡുകളിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കും, അങ്ങനെ എന്തെങ്കിലും വന്ന് വീഴുണ്ടെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഫ്രോഗ് ഇട്ടിട്ട് കറക്റ്റ് അവരുടെ അടുത്ത് കൂടെ വലിക്കുമ്പോഴാണ് ഇവർക്ക് ട്രിഗറായിട്ട് അടിക്കണത്. നമ്മുടെ ഫ്രോഗ് വീണ്ടും ഒരു വള്ളിയിൽ പോയി കുടുങ്ങിയിട്ടുണ്ട്. ശരിക്കും വള്ളി പിടിക്കുക എന്ന് പറഞ്ഞത് ശരിക്കും ഈ കാസ്റ്റിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അതിൻ്റെ അർത്ഥം ഇതാണ് വള്ളി പിടിക്കുക എന്ന് പറയണത്. കണ്ടില്ലേ, ആ വള്ളിമേ പിടിച്ചു, അങ്ങോട്ടും ഇല്ല ലോക്കായി അവിടെ. ഇനി ഈ വള്ളി പൊട്ടിച്ചാൽ നമുക്ക് എന്തെങ്കിലും നടക്കുള്ളൂ.
അത്രേ ഉള്ളൂ. ഇത് മറ്റേ പൊള്ളപ്പുല്ലായിരുന്നു, അത് കാരണം പെട്ടെന്ന് കിട്ടിയിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഹുക്കിൻ്റെ പൊസിഷൻ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ഇത് തല തിരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കൊളുത്തി പിടിച്ച് മെൻ്റൽ കണ്ടീഷനാകും നമുക്ക് ലാസ്റ്റ്. ഓഫ് ഹെവി ഗൈസ്. ഇവിടെ ഒരു വരാൽ അടിച്ചു ഗൈസ്. വരാലിൻ്റെ ആക്ടിവിറ്റി നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കാസ്റ്റ് ചെയ്യാണ്. ഗൈസ് ഇത് കടു അല്ലെങ്കിൽ വാളയാവാനാണ് ചാൻസ് കേട്ടോ. അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റിയാണ് കാണുന്നത്. അതായത് കുറച്ച് നേരം നോക്കാം കേട്ടോ, കാരണം ഇവിടെ നല്ല ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഇപ്പോൾ വാളയാണോ എന്ന് സംശയം കിട്ടാം. അങ്ങനെ നമുക്ക് നാളെ കോഴിക്കോടലായിട്ട് വേണമെങ്കിൽ വന്ന് നോക്കാം കേട്ടോ. കോഴിക്കോടലുമ്പോൾ വാള അടിക്കുന്നതാണ് പറയണത്. പിന്നെ മറ്റേ സ്പൂൺ ലൂറൊക്കെ മടിക്കാറുണ്ട്. അതാ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രോഗ് വള്ളി പിടിക്കാനുള്ള ഗൈസ് എപ്പോഴും. ഇതിന് ചെരിഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട് കേട്ടോ, ചെറിയൊരു ചെരിവ്. ഒരു തവള അടിച്ചാണ്ട ഗൈസ്. അവിടെ നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ ഫോഗ് വരുന്നത്. ഓ ഗൈസ് അവിടെ ഹെവി ആക്ടിവിറ്റി ഗൈസ്. അവിടെ ഹെവി ആക്ടിവിറ്റി. നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് മിസ്സാക്കരുത് ഗൈസ്. ഈ ഭാഗം നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത്. ഒരു കവർ പെട്ടുക നേരത്ത്. തവളയൊക്കെ അതേ പറന്നിട്ടാണ് പോണത്. ഓ ആശം പിടിക്കാൻ. ഇനിയിപ്പോൾ ആ സ്പോട്ട് നോക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ എവിടെയാണ്. ഹെവി ആക്ടിവിറ്റി നമ്മൾ കണ്ടു കേട്ടോ. നമുക്ക് എന്തായാലും ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എവിടെയാണ് ആക്ടിവിറ്റി കാണിച്ചതെന്ന്. ഓ ഗൈസ് ഇവിടെ മുഴുവൻ മീൻകുട്ടികൾ ഗൈസ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഫുള്ള് മീൻകുട്ടികൾ. മറ്റേ തലേമ കല്ലുള്ള മീനില്ലേ, അതിൻ്റെ ഒരു പട തന്നെയുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് വരാലിന് തിന്നാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വരണ പിടിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വരാൽ കുട്ടി പോണു ഗൈസ്. കാണുന്നുണ്ടോന്ന് അറിയില്ല, അതായത് ഇങ്ങനെ കാണിക്കാം. മിക്കവാറും നമുക്കൊരു വരാലിനെ ഇപ്പോൾ കിട്ടും കേട്ടോ. ഹെവി ആക്ടിവിറ്റി നമ്മൾ സ്പോട്ട് ചെയ്തു. അതായത് വരാലിങ്ങനെ വേറെ മീനെ തിന്നാനൊക്കെ വെട്ടുമ്പോൾ ഒരു പ്രത്യേക അറ്റാക്കിങ് രീതിയാണ് കേട്ടോ. അത് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ വരാലാണ് അവിടെ അടിച്ചേക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്കാണ് പോകണത് കേട്ടോ. നമ്മളങ്ങനെ സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. പോണ വഴിയിലൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല, കാരണം ആ ഒരു സ്പോട്ട് നമ്മൾ കണ്ണ് ആ ലൊക്കേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എവിടെയൊന്നും മനസ്സിലാവില്ല. കാരണം ഈ പുല്ലിൻ്റെ ഇടയിലുള്ള ഒരു സ്പോട്ടാണ്. നമുക്ക് ഏകദേശം ഈ ഒരു വൃത്തിയാക്കിയിട്ടുള്ള അതിൻ്റെ എൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 5 മീറ്റർ അത്രേ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അത് ലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ കുറച്ച് താമരയുടെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നൈസായിട്ട് നിന്നിട്ട് കാസ്റ്റ് ചെയ്യാം. ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഗൈസ് അടിച്ചത്. കാസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. വള്ളി പിടിച്ചു ഗൈസ്.
ഹെവി ആക്ടിവിറ്റി കാണിക്കാണ്ട് കേട്ടോ അവിടെ. ഒന്നുകൂടി നോക്കാട്ടെ നമുക്ക്. ഫുള്ള് കേസ് ഇത് അടിച്ചിട്ടില്ല കേട്ടോ. ഒന്നുകൂടി കാശ് നോക്കാം. ഹെവി ആയിട്ട് തന്നെ അടിച്ചത് ചെയ്യുക. അപ്പോൾ കാശ് ചെയ്യുമ്പോൾ അടിക്കുന്നില്ല. കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ ആ താമരയുടെ അപ്പുറത്തായിട്ട് തന്നെ ഫുള്ള് കഡു ഇങ്ങനെ ഒന്ന് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് എറിഞ്ഞ് നോക്കാം ചുമ്മാ. അതിൻ്റെ ഇടയിൽ ഒരു വരാലുണ്ടെങ്കിൽ ഒന്ന് അടിക്കട്ടെ. കൈസ് അടിക്കുന്നില്ല. കൈസ് ഒന്ന് കുറച്ചുകൂടി കയറി നിന്നിട്ട് എറിഞ്ഞ് നോക്കട്ടോ. അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് എറിഞ്ഞ് നോക്കാം. നമുക്ക് അടുത്ത് കുറച്ചുകൂടി നീക്കി എറിഞ്ഞ് നോക്കാം. അടിച്ചത് അവിടെയാണ്. ഗൈസ് ഫുള്ള് കടൂട്ടാ. ഹെവി കടൂൻ്റെ ആക്ടിവിറ്റി കണ്ട. ഇവിടെ ഈ രണ്ടാമത്തെ സെക്ഷനിൽ ഇവിടെ താമര, അതിൻ്റെ ഇടയിൽ വേറെ താമരയുണ്ട്. അപ്പോൾ സെൻറ്ററിലായിട്ട് ഏകദേശം താമര നിൽക്കണതിൻ്റെ അവിടെയാണ് ഇവരുടെ ഫുൾ ആക്ടിവിറ്റി ഇട്ടാ. ഫുള്ള് കടു എന്ന് പറഞ്ഞാൽ ഫുള്ള് കടു, ഒരു രക്ഷയില്ല. കടൂനെ പിടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയിട്ട്. അപ്പോൾ കുറച്ച് മണ്ണിരിയും പിടിച്ചിട്ട് കൊണന്ന് ഇട്ട് കഴിഞ്ഞാണല്ലോ പട പട പടപടാന്ന് കടൂനെ കയറ്റാട്ടോ. ഹെവി കടുകൾ ഇട്ടാ കണ്ട. വലിയ വലിയ കടുകളാണ് ഇവിടെ വന്ന് ഇങ്ങനെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ പറഞ്ഞത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓ അമ്മാതിരി ആക്ടിവിറ്റി ഗൈസ്. ഇവിടെയാണ് കേട്ടോ. കണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ കേട്ടോ? കണ്ടോ? ഒക്കെ കടുവാണ് കേട്ടോ ഗൈസ്. ഫുൾ ആക്ടിവിറ്റി കണ്ടോ കണ്ടോ കണ്ടോ? നിർത്താണ്ടാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ? ഒരു മിനിറ്റ് ഗ്യാപ്പില്ലാണ്ട് കടുകൾ ഇങ്ങനെ വന്ന് പോയോണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു കൂട്ടം തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. എന്തുമാത്രം കടു അല്ലേ? മണ്ണിലിട്ട കടുവിന് കിട്ടൂട്ടാ. പിന്നെ കോഴിക്കോടിലൊക്കെ സൂപ്പറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ട് കടുവിന് ഇത്രയും നല്ല സ്പോട്ടാണെങ്കിൽ ഇവിടെ വാള ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കോഴിക്കോടിൽ ഇട്ടിട്ട് കടുവിന് അതുപോലെ വാളേനൊക്കെ ഇനി എടുത്ത് പിടിക്കട്ടോ. എന്തായാലും നമ്മൾ ഒരു 10 കാശും കൂടി ചെയ്തിട്ട് നമുക്ക് ആ വരാൽ അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് നിർത്താൻ കഴിച്ചു ഇന്നത്തെ. അപ്പോൾ നമ്മളിന്ന് നല്ല നല്ല കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മളതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കടുവിൻ്റെ ആക്ടിവിറ്റി നോക്ക്. അടാ കടുനല്ലത്, സിലോപ്പിയാണോ ഗൈസ്? കടു അല്ല ഗൈസ്, സിലോപ്പിയാണത്. കല്ലുത്തി ഉണ്ട്, എല്ലാ മീനും ഉണ്ട് കേട്ടോ അവിടെ. അത് വരാൽ മാത്രം അവിടെ ഇല്ലത്. നമുക്ക് അവിടെ 4 കാസ്റ്റ് കൂടി ചെയ്യാൻ ഗൈസ്. നമുക്ക് കുറച്ചും കൂടി നീങ്ങിട്ട് ഇവിടെ കാസ്റ്റ് ചെയ്ത് വലിച്ചു നോക്കാം. അവർ ഈ ചണ്ടീര ഇടയിലേക്കാണ് കേട്ടോ അപ്പോൾ വന്നേക്കണത്. കടു, കല്ലുത്തി, സിലോപ്പി എല്ലാം കൂടി ഒരു കുടക്കീഴിൽ ഗൈസ്. ഹെവി സ്പോട്ടാണ്, ഹെവി സ്പോട്ടാണ്. വരാൽ അവിടെ ഇല്ലാണ്ടിരിക്കുമോ? അപ്പോൾ നോക്കാട്ടോ നമുക്ക്. അന്യായ ആക്ടിവിറ്റി ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. അത് കാരണം നല്ല വെയിലടിച്ചു തുടങ്ങി. പക്ഷേ പുലിക്കണം ഗൈസ്. നമ്മളപ്പോൾ പതുക്കെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഗൈസ് ഇവിടെ ഒരു വരാൽ നിൽക്കണത് പറഞ്ഞപ്പോൾ അതാ പോയി അവൻ. ഗൈസ് ഇവിടെ ഒരു വരാൽ നിൽക്കണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോയെന്നറിയില്ല, ഞാൻ കണ്ടു.
ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഇത്ര നേരം നമ്മൾ ഇതിൽ കൂടെയൊക്കെ കാശ് ചെയ്തിട്ട് ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. ചെറിയൊരു വരാല കണ്ടു, പക്ഷേ അത് ചെറിയ വരാലാണ് കേട്ടോ, നമ്മുടെ ഫ്രോഗിനെ തിന്നാനുള്ള സൈസൊന്നും ഇല്ല. നമ്മളപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായി തുടങ്ങി. നമ്മളിനിപ്പോൾ നിന്നിട്ടും കാര്യമില്ല, നമ്മൾ വെയിൽ കൊള്ളാനല്ല പ്രശ്നം, വരാലടിക്കാൻ ഭയങ്കര സാധ്യത കുറവാണ്.